ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെറിയ എമർജൻസി ലൈറ്റ് തല്ലിപ്പൊളിക്കലാണ്. ഈ തല്ലിപ്പൊളിക്കലിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇതിന് തീരെ ലൈറ്റ് കിട്ടണില്ല. അപ്പോൾ നമുക്കിത് പൊളിച്ചിട്ട് എന്താ സംഗതി നോക്കാം. മിക്കവാറും ഇതിൻ്റെ ബാറ്ററി പോയി കാണാനാണ് സാധ്യത. ആദ്യത്തെ പ്രശ്നം ഇതെങ്ങനെ അഴിക്കും എന്നുള്ളതാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് സ്ക്രൂസോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ അഴിക്കാൻ നോക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. എനിക്ക് ഗ്യാപ്പിൽ വല്ല ടൂൾസ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അകത്തി എടുക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് നൈഫ്. അപ്പോൾ നമുക്കങ്ങനെ കുറച്ചങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ആൻഡ് ഫിറ്റ് ടൈപ്പ് ലോക്കും മെക്കാനിസം മാത്രമേ ഉള്ളൂ. സ്ക്രൂസ് ഒന്നും ഇല്ല ഇതിനകത്ത്. വാവ്, അടിപൊളി. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഒരു ലോ കോസ്റ്റ് എമർജൻസി ലൈറ്റാണിത്. എനിക്ക് തോന്നുന്നു ഒരു 200 രൂപയ്ക്ക് കണ്ട് ഞാനൊരു ലോക്കൽ ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് അതിൻ്റെ ബാറ്ററി. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാറ്ററിയും LED ബൾബൊക്കെ PCBയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടേഴ്സ് വെച്ചിട്ടാണ്. ബ്രാൻഡഡ് ടൈപ്പ് ചെറിയ എമർജൻസി ലൈറ്റിൽ പോലും ഇതുപോലെ കണക്ടറൊന്നും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഡയറക്റ്റ് ഈ LED ലൈറ്റിൽ നിന്നുള്ള വയറും ബാറ്ററിയിൽ നിന്നുള്ള വയറൊക്കെ ഡയറക്റ്റ് PCB ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എളുപ്പത്തിൽ ഈ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഒരു സ്ക്രൂ മാത്രമേ ഈ PCB ബോർഡിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് എങ്ങനെ എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു PCB ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ USB കണക്ടറും അതേപോലെ തന്നെ ഒരു ചെറിയൊരു DC ജാക്കും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ എമർജൻസി ലൈറ്റിൽ കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ L1 L2 L- എന്ന് കൊടുത്തിരിക്കുന്ന അടുത്താണ് LED ബൾബ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ റെസിസ്റ്റർ LEDക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. USB കണക്ടറിൽ നിന്നും ഈ DC ജാക്കിൽ നിന്നും വരുന്ന ഇൻപുട്ട് ജസ്റ്റ് ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുക മാത്രമാണ് ചെയ്തേക്കണേ. ഇവിടെ USB എന്ന് പറഞ്ഞ അല്ലെങ്കിൽ DC ജാക്കിൽ നിന്ന് വരുന്ന ഇൻപുട്ടിനനുസരിച്ച് ഒരു നമ്മളിപ്പോൾ ചാർജിങ് ഇൻഡിക്കേറ്ററായിട്ട് ഒരു ജസ്റ്റ് ഒരു LED കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബൾബ്, LED ബൾബ് അസംബ്ലി. 3 വയറുകളാണ് LEDയിലേക്ക് പോയിട്ടുള്ളത്. ഒരെണ്ണം ഗ്രൗണ്ടാണ്, മറ്റേത് ഓരോ സെപ്പറേറ്റ് LED സ്ട്രിപ്പിലേക്കുള്ളതാണ്. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. പ്രസ് ആൻഡ് ഫിറ്റ് ടൈപ്പ് മെക്കാനിസമാണ് യൂസ് ചെയ്തേക്കണം. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഒരു ജസ്റ്റ് ഒരു PCB ബോർഡിലേക്ക് SMD ടൈപ്പ് LEDs സോൾഡർ ചെയ്ത് വെച്ചേക്കണാണ്. ഇത് ഗ്രൗണ്ട് വയർ, അതേപോലെ തന്നെ ഇത് ഈ സ്ട്രിപ്പിലേക്കുള്ള വയർ, ഇത് ഈ സ്ട്രിപ്പിലേക്കുള്ള വയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2 സെറ്റ് ഡിഫ്യൂസർ വെച്ച് കൊടുത്തിരിക്കുന്നുള്ളൂ. ഇതാണ് ഈ എമർജൻസി ലൈറ്റിൽ ഉണ്ടായിരുന്ന ബാറ്ററി. ഇതൊരു ലെഡ് ആസിഡ് ടൈപ്പ് ബാറ്ററിയാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലൊക്കെ ഒരു 30-40 രൂപയ്ക്കൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഈ ബാറ്ററിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകുന്നുള്ളതാണ്. ഇതിൻ്റെ ലൈഫ് സ്പാനും വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാറ്ററി ഇതുപോലത്തുള്ള ചെറിയ എമർജൻസി ലൈറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാങ്ങി വെക്കാതെ നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന പോലെ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി എമർജൻസി ലൈറ്റ് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ PCB ഒന്ന് അഴിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ കൊടുത്തേക്കണമെന്ന് നോക്കാം.
വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻസ് ആണ്. DC ജാക്കിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോ USB കണക്ടറിൽ നിന്നുള്ള പവർ വന്നിരിക്കുന്നത്. മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോർഡിൽ അത്യാവശ്യം എളുപ്പമാണ്. നമുക്ക് ഇവിടെ ഒരു ട്രാക്ക് കട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇതിൽ മൈക്രോ USB എന്ന് പറഞ്ഞ ഇൻപുട്ടും DC ജാക്ക് എന്ന് പറഞ്ഞ ഇൻപുട്ടും ഡയറക്റ്റ് ഒരു ഡയോഡ് വഴി ബാറ്ററി ചാർജ് ചെയ്യുന്ന രീതിക്കാണ് ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഈ ലിഥിയം അയൺ ബാറ്ററീസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ബോർഡ് യൂസ് ചെയ്യണം. TP4056 ലിഥിയം അയൺ ബാറ്ററി ചാർജർ. ഈ ചാനലിലെ മുൻ വീഡിയോകളിലൊക്കെ എമർജൻസി ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന അതേ ലിഥിയം അയൺ ബാറ്ററി ചാർജർ മൊഡ്യൂളാണിത്. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, ചാർജ് കറന്റ് ലിമിറ്റ്. ഇതിനകത്ത് ഈ മൈക്രോ USB കണക്ടർ നമ്മൾ യൂസ് ചെയ്യില്ല. ഡയറക്റ്റ് ഇവിടെ നിന്ന് 2 വയർ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ PCB ബോർഡിനകത്തുള്ള ഈ സെയിം USB കണക്ടർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ട്രാക്ക് കട്ട് ചെയ്യാം. അതായത് ഇൻപുട്ടിൽ നിന്ന് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പോകുന്ന കണക്ഷൻസ് ഒഴിവാക്കാം. നെഗറ്റീവ് ഇൻപുട്ട് വന്നിട്ട് ഈ ട്രാക്കിലൂടെയാണ് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പോകുന്നത്. നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് ട്രാക്ക് കട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ട്രാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ ഡയോഡാണ്. അതുപോലെ തന്നെ ഈ LED-യും ഈ റെസിസ്റ്ററും നമുക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ല. കാരണം നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൽ തന്നെ ചാർജിങ് ഇൻഡിക്കേഷൻ്റെയും അതേപോലെ തന്നെ ചാർജ് ഫുൾ ആയതിൻ്റെ ഒക്കെ LED ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ LED അതിനിപ്പോൾ ഈ ബോർഡിൽ ആവശ്യമില്ല. നമുക്ക് അതും റിമൂവ് ചെയ്യാം. കൈ ഒന്ന് പൊള്ളി. ഇപ്പം LED നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ റെസിസ്റ്ററും കൂടി റിമൂവ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഈ റെസിസ്റ്റർ ഗ്ലൂ ഒക്കെ ഇട്ട് നന്നായിട്ട് USB കണക്ടറായിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിസ്റ്റർ റിമൂവ് ചെയ്യേണ്ട. നമ്മുടെ പണികൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററീസ് ഒന്നും കൂടെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററീസ് സെറ്റ് ആക്കിയിട്ടുണ്ട്.
നമുക്കിനി ബാറ്ററി ചാർജ് മൊഡ്യൂളിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. ബാറ്ററിയും ചാർജിങ് മൊഡ്യൂളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാറ്ററി ചാർജിങ് മൊഡ്യൂളിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മുടെ USB കണക്ടറിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാം. അപ്പോൾ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എമർജൻസിയുടെ എൻക്ലോഷറിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ കണക്ഷൻസും എല്ലാവരും ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. ആഹാ, അടിപൊളി. വാവ്, ഇതിപ്പോൾ സിംഗിൾ ട്യൂബാണ് കത്തുന്നത്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എമർജൻസിയുടെ എൻക്ലോഷറിലേക്ക് സെറ്റ് ചെയ്യാം. ഈ ബാറ്ററി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ PCB നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് മൊഡ്യൂളും എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എമർജൻസിയുടെ ടോപ്പ് LED കവറും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. അടിപൊളി. ഇപ്പോൾ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ റെഡ് കളറിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററീസ് ചാർജിങ് ആണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ എമർജൻസി ലൈറ്റുകൾ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ കാരണം വീടുകളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിയാതെ
ഇതുപോലുള്ള ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറേ നാളത്തേക്ക് കൂടി വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ വേസ്റ്റ് ഭയങ്കര ഒരു പ്രശ്നമുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ മോഡിഫിക്കേഷനിലൂടെ മാക്സിമം ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം എന്തുമാവട്ടെ, ഇപ്പോൾ മൊബൈൽ ഫോൺ ആയാലും ഇതുപോലുള്ള ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് ആയാലും അതിൻ്റെ മാക്സിമം ലൈഫ് നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.